ഹായ് എവ്രി വൺ, BSOC 133യുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പല ചാനൽ മെമ്പേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു BSOC 133യിൽ നിന്നും ചില ടോപ്പിക്കുകൾ ചെയ്യാൻ വേണ്ടി. അപ്പം അവരുടെ ആ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ BSOC 133യിൽ 1-2 ക്ലാസ്സുകൾ ടോപ്പിക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദി വ്യൂ പോയിന്റ് ഓഫ് കാൾ മാർക്സ്. അപ്പം നമുക്ക് കാണാം, പ്രീവിയസ് ഇയേഴ്സിൽ പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അപ്പം ഇവിടെ ചോദിച്ച പോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഫിലോസഫറുടെ, ഏത് തിയറിസ്റ്റിൻ്റെ ടോപ്പിക്കാണോ, ക്വസ്റ്റ്യൻ ആണോ, കോൺട്രിബ്യൂഷൻ ആണോ ചോദിച്ചിട്ടുള്ളത്, വ്യൂ പോയിന്റ് ആണോ ചോദിച്ചിട്ടുള്ളത്, അപ്പം അവിടെ നിങ്ങൾക്ക് ആ ഒരു തിയറിസ്റ്റിനെ അല്ലെങ്കിൽ ഫിലോസഫറെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടതാണ്. അപ്പം കാൾ മാർക്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആൻസർ ചെയ്യണമെങ്കിൽ ആ ഒരു തിയറിസ്റ്റിനെ കുറിച്ച്, ഫിലോസഫേഴ്സിനെ കുറിച്ചും നിങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ let me explain you dialectical materialism. Okay, dialectical materialism is the scientific method of understanding nature, society and human thinking. അപ്പം ഈ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് എന്താണ് ആ ഒരു ടേം കൊണ്ട്, ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ, സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ തിങ്കിങ്. അപ്പം നമ്മൾ സൊസൈറ്റിയെക്കുറിച്ചും ഹ്യൂമൻ തിങ്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നേച്ചറിനെ കുറിച്ചൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്, ഒരു സയൻറ്റിഫിക് രീതിയാണ് ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. ദ ടേം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഐഡിയാസ്, ഡയലക്റ്റിക്സ് ആൻഡ് മെറ്റീരിയലിസം. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു തിയറി, ഈ ഒരു കോൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ടേം മെയ്ഡ് അപ്പ് ഓഫ് 2 ഐഡിയാസ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ് ഓർ 2 ഐഡിയാസ്. ഏതൊക്കെ ഐഡിയാസിൻ്റെ കോമ്പിനേഷൻ ആണ്? ഡയലക്റ്റിക്സ് ആൻഡ് മെറ്റീരിയലിസം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് ഡയലക്റ്റിക്സ്. The word dialectics come from Greek ancient thinkers like Socrates, Plato and Aristotle. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നാണ്, എസ്പെഷ്യലി ഫ്രം സോക്രട്ടീസ്, പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. അപ്പം ഈ ഒരു തിങ്കേഴ്സാണ്, ഫിലോസഫേഴ്സാണ് ഫസ്റ്റ് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്, ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡയലക്റ്റിക്സ് കൊണ്ട് ഗ്രീക്സ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇറ്റ് മീൻസ് ലേണിംഗ് ത്രൂ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ആൻഡ് ലോജിക്. അല്ലേ? അപ്പം ഇറ്റ് മീൻസ് ലേണിംഗ് ത്രൂ ക്വസ്റ്റ്യൻ, ആൻസേഴ്സ് ആൻഡ് ലോജിക്. ലോജിക് ഉപയോഗിച്ചുകൊണ്ട്, റീസൺ ഉപയോഗിച്ചുകൊണ്ട്, യുക്തി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നതിനെയാണ് ആര് ഡയലക്റ്റിക്സ് എന്ന് വിളിച്ചിട്ടുള്ളത്? ഗ്രീക്സ് അല്ലെങ്കിൽ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ മോഡേൺ ഫിലോസഫി, എന്നാൽ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ, ആൻഷ്യൻ ടൈമിൽ ഉപയോഗിച്ചുള്ളത് ഗ്രീക്സ് ആണ്. എന്നാൽ ഡ്യൂറിങ് ദി ടൈം ഓഫ് മോഡേൺ ഫിലോസഫി, Hegels used dialectics to explain how ideas developed by going through the conflict and change. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു മോഡേൺ ഫിലോസഫിയിൽ ഫ്രെഡറിക് എംഗൽസ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹൗ ഐഡിയാസ് ഡെവലപ്ഡ് ബൈ ഗോയിങ് ത്രൂ കോൺഫ്ലിക്റ്റ് ആൻഡ് ചേഞ്ച്. അല്ലെ? അപ്പോൾ കോൺഫ്ലിക്റ്റിലൂടെ എങ്ങനെയാണ് പുതിയ ഐഡിയാസ് ഫോം ചെയ്യുന്നത് എന്നാണ് ഹെഗൽസ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ? അപ്പം നമുക്ക് കാണാൻ സാധിക്കും, നേരത്തെ എസ്പെഷ്യലി ഈ ഒരു തിയറി പ്രകാരം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം തിയറി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും ക്യാപിറ്റലിസം. അല്ലെ? ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഈ ഒരു ഐഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും, ദർ വിൽ ബി എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ലേബറേഴ്സ് ആൻഡ് വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ലേബറേഴ്സ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. അല്ലേ? ക്യാപിറ്റലിസ്റ്റും വർക്കിംഗ് ക്ലാസ്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അല്ലേ? അതുപോലെ തന്നെ മുതലാളിമാരും വർക്കിംഗ് ക്ലാസ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. എവിടെ? അണ്ടർ ദി ക്യാപിറ്റലിസം. അല്ല? അപ്പോൾ ആ ഒരു ക്യാപിറ്റലിസത്തിൽ വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ്, ആര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്? ക്യാപിറ്റലിസ്റ്റും വർക്കിംഗ് ക്ലാസ്സും, അല്ലെ, ലേബറേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ആ ഒരു കോൺഫ്ലിക്റ്റ് എവിടേക്ക് നീങ്ങും?
സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പുതിയ ഐഡിയയിലേക്ക് നീങ്ങും അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടി അല്ലേ, ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലൂടെ അതുപോലെ തന്നെ ഒരു ചേഞ്ചിലൂടെ ഒരു പുതിയ ഐഡിയ ഫോം ചെയ്യുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്, ഫ്രെഡറിക് ഹെങ്കൽസ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ട് ഹെങ്കൽസ് ബിലീവ് ദാറ്റ് ഐഡിയാസ് ആർ ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ദി ചേഞ്ച്. ദിസ് ഈസ് കോൾഡ് ഐഡിയലിസം. അപ്പം ശ്രദ്ധിക്കുക, ഫ്രെഡറിക് ഹെങ്കൽസ് അതുപോലെ തന്നെ കാൾ മാർക്സ് ഇവരാണ് ഈ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹെങ്കൽസിന് അതുപോലെ തന്നെ കാൾ മാർക്സും ഇവർ രണ്ട് തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ല അവരുടെ തോട്ടിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഹെങ്കൽസ് പറയുന്നുണ്ട് എന്ത്, ബിലീവ് ദാറ്റ് ഐഡിയാസ് ആർ ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ദി സോഷ്യൽ ചേഞ്ച്. അല്ല അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചേഞ്ച് വരണമെങ്കിലും അല്ലെ, ഫ്യൂഡലിസത്തിൽ നിന്നാണ് ക്യാപിറ്റലിസം വരുന്നത്, ക്യാപിറ്റലിസത്തിന് ശേഷം സോഷ്യലിസം വരും എന്നാണ് ആര് പറയുന്നത്, പിന്നെ ഈ കാൾ മാർക്സും എംഗൽസും പറയുന്നത് അല്ലേ. അപ്പം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ സോഷ്യൽ ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്, ഐഡിയാസ് ആണ്, ഹ്യൂമൻ തിങ്കിങ് ആണ്, ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഐഡിയാസ് ഫോം ചെയ്യുന്നതും സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുന്നതും. അപ്പം ഹെങ്കൽസ് ബിലീവ്ഡ് ദാറ്റ് ഐഡിയാസ് ആർ ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ദി ചേഞ്ച് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ ആ മാറ്റത്തിന് കാരണം എന്താണെന്നാണ് പറയുന്നത്, ഐഡിയാസ് ആണ് അല്ലെ. ഈ ഒരു വാദത്തിനെയാണ് എന്ത് പറയുന്നത്, ഐഡിയലിസം അല്ലെ. ഐഡിയലിസം എന്താ പറയുന്നത്, സൊസൈറ്റിയിൽ ചേഞ്ച് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഐഡിയാസ് ആണ് അല്ലേ. അപ്പം ഐഡിയാസ് ആണ് കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്നത്. ഐഡിയാസ് ആർ ദി മേജർ റീസൺ ബിഹൈൻഡ് എനി ചേഞ്ചസ്. ഓക്കെ, അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു വാദത്തിനെയാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ആരാണ് ഐഡിയലിസത്തിൻ്റെ ആൾ, ഹെങ്കൽസ് ആണ്. ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നോട്ട് ചെയ്യുക. മാർക്സിൻ്റെ വ്യൂ എന്താ നോക്ക് നിങ്ങൾ, കാൾ മാർക്സിൻ്റെ വ്യൂ നോക്കാം നമുക്ക്. കാൾ മാർക്സ് ഡിസഗ്രി വിത്ത് ഹെങ്കൽ. ഹി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഐഡിയ ബട്ട് മെറ്റീരിയൽ കണ്ടീഷൻ ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, വർക്ക് ദാറ്റ് ഷേപ്പ് ഹ്യൂമൻ ലൈഫ് ആൻഡ് സൊസൈറ്റി. എന്നാൽ കാൾ മാർക്സ് ഹെഗൽസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അല്ലേ. അപ്പം കാൾ മാർക്സ് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി മെറ്റീരിയൽ കണ്ടീഷൻ. മെറ്റീരിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ ലൈഫിൻ്റെ മെറ്റീരിയൽ കണ്ടീഷനാണ് എന്തിനെ കൊണ്ടുവരുന്നത്, ചേഞ്ചിനെ കൊണ്ടുവരുന്നത്, അല്ലാതെ എന്തല്ല ഐഡിയ അല്ലെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. നോക്ക് എന്താ ഈ മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്ക് നിങ്ങൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ്, ഷെൽട്ടർ, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് അല്ലെ, നമ്മുടെ ഫെസിലിറ്റീസ് അല്ലേ, ഈ ഒരു മെറ്റീരിയൽ കണ്ടീഷനാണ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നതും നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്നതും എന്താണ്, ഈ പറയുന്ന മെറ്റീരിയൽ കണ്ടീഷനാണ്. ദാറ്റ് ഷേപ്പ് ഹ്യൂമൻ ലൈഫ് ആൻഡ് സൊസൈറ്റി. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നത് എന്താണുള്ള, മെറ്റീരിയൽ കണ്ടീഷനാണ്, നമ്മുടെ അമ്യൂണിറ്റീസ് ആണ്, നമ്മുടെ ഫെസിലിറ്റീസ് ആണ്, നമ്മുടെ വീടാണ്, ഷെൽട്ടറാണ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകളാണ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അക്കോർഡിംഗ് ടു കാൾ മാർക്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത്, മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ് ചേഞ്ചിന് പ്രധാനപ്പെട്ട കാരണമാവുന്നത്. മെറ്റീരിയലിസം എന്ന് പറയുന്നത് മെറ്റീരിയൽ കണ്ടീഷനാണ് സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്യൂഡലിസത്തിൽ നിന്നും അത് ക്യാപിറ്റലിസത്തിലേക്കും, ക്യാപിറ്റലിസത്തിൽ നിന്നും ഫ്യൂച്ചറിൽ സോഷ്യലിസത്തിലേക്കും മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്, മെറ്റീരിയൽ കണ്ടീഷനാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, കാൾ മാർക്സ് രണ്ടാമത് പറയുന്നു നോക്ക് നിങ്ങൾ. കാൾ മാർക്സ് സെറ്റ് ഇറ്റ് ഈസ് നോട്ട് ദി കോൺഷ്യസ്നെസ് ഓഫ് മെൻ ദാറ്റ് ഡിറ്റർമിങ് ദെയർ ബീയിങ് അല്ലേ. അപ്പം കോൺഷ്യസ്നെസ് മീൻസ് ഹ്യൂമൻ തോട്ട്, നമ്മുടെ ചിന്ത അല്ലേ, നമ്മുടെ ചിന്തയിലൂടെ വരുന്ന ഐഡിയ അല്ലേ. അപ്പോൾ അദ്ദേഹം പറയും ഇറ്റ് ഈസ് നോട്ട് കോൺഷ്യസ്നെസ്, ദിസ് ഈസ് നോട്ട് ആ തോട്ട് അല്ലേ, നമ്മുടെ ഐഡിയാസ് അല്ല എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ദെയർ ബീയിങ്, നമ്മുടെ ലൈഫിനെ, നമ്മുടെ എക്സിസ്റ്റൻസിനെ, നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസിനെ എന്തല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്, കോൺഷ്യസ്നെസ് അല്ല, ഐഡിയാസ് അല്ല. എന്നാലോ ബട്ട് ദെയർ ഇസ് സോഷ്യൽ ബീയിങ് ദാറ്റ് ഡിറ്റർമിൻ ദെയർ കോൺഷ്യസ്നെസ് അല്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന കണ്ടീഷനാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഷെൽട്ടറാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്, നമ്മുടെ ജോബാണ് എന്തിനു തീരുമാനിക്കുന്നത്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ഐഡിയാസിനെ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ സിമ്പിൾ വേർഡ്, our thoughts come from the kind of life we live, not the other way around. അപ്പം നമ്മൾ ജീവിക്കുന്ന ലൈഫാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, ഇതൊക്കെയാണ് എന്തിനെ തീരുമാനിക്കുന്നത്, എന്തിനെ, നമ്മുടെ തോട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ,
വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് കോൺസെപ്റ്റാണ്, മെത്തേഡാണ്. നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ നേച്ചറിനെ കുറിച്ചും തോട്ടിനെ കുറിച്ചും നമ്മുടെ സൊസൈറ്റിയുടെ ചേഞ്ചിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഐഡിയാസ്, ടു വേർഡ്സ്. ഏതൊക്കെ? ഡയലക്റ്റിക്സ് ആൻഡ് മെറ്റീരിയലിസം. അപ്പം രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണ്. ഇത് രണ്ട് വേർഡും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ചേഞ്ച്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാൽ മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ലേണിംഗ് അബൌട്ട് ഫിലോസഫി ഓഫ് ചേഞ്ച്. ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു എന്താണോ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫിലോസഫിക്കൽ മെത്തേഡാണ് ഈ പറയുന്ന ഇത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ആരൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? കാൾ മാർക്സ് ആൻഡ് എംഗൽസ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. എവറിത്തിങ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ്. അപ്പം ശ്രദ്ധിക്കുക, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ 3 പോയിന്റ്സ് ആണ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അക്കോർഡിംഗ് ടു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം നോക്ക് നിങ്ങൾ, എവറിത്തിങ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ്. ആ സൊസൈറ്റി എന്ന് പറയുന്നത് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വൺ, സ്റ്റാഗ്നൻറ്റ് വൺ. ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് അല്ല. ഇതെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആരാ ഇത് ഫോം ചെയ്തിട്ടുള്ളത്? കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. അവരുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അവരുടെ ഒരു കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എവറിത്തിങ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ്. ചേഞ്ച് ഹാപ്പൻ ത്രൂ ദ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രഡിക്ഷൻ. ഈ ചേഞ്ച് വരുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞു നേരത്തെ ക്യാപിറ്റലിസം, അല്ലേ? ക്യാപിറ്റലിസത്തിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു? വർക്കിംഗ് ക്ലാസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ്, അല്ലേ? അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നു. അതോടുകൂടി ക്യാപിറ്റലിസം തകരുന്നു. ഏത് ഫോം ചെയ്യും ഫ്യൂച്ചറിൽ? സോഷ്യലിസം വരും എന്നാണ് ഈ ഒരു തിയറി, ഏത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയുന്നത്, അല്ലേ? ഫ്യൂഡലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലാൻഡ് ഓണേഴ്സും അതുപോലെ തന്നെ ഫാമേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ലാൻഡ് ഓണേഴ്സും ഫാമേഴ്സും തമ്മിലുള്ള ഫൈറ്റ് വന്നു. അതോടുകൂടി ഫ്യൂഡലിസം തകർന്നു, ക്യാപിറ്റലിസം വന്നു, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചേഞ്ച് ഹാപ്പൻ ത്രൂ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രഡിക്ഷൻ. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും, കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും, തർക്കങ്ങൾ ഉണ്ടായിരിക്കും. ദിസ് കോൺഫ്ലിക്റ്റ് ലീഡ് ടു ക്രിയേഷൻ ഓഫ് സംതിങ് ന്യൂ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് എവിടേക്ക് പോകുന്നത്? ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. നോക്ക് നിങ്ങൾ, ക്യാപിറ്റലിസത്തിൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് വരുന്നു, വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും. അത് എന്തിനെ? ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ദാറ്റ് ഈസ് നെയിംഡ് സോഷ്യലിസം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 3 ലോസ്, അല്ലേ? അപ്പം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വർക്കൗട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 3 ലോസ് ആണ്, 3 നിയമങ്ങളാണ്. അത് ഏതൊക്കെ 3 ലോസ് നോക്ക് നിങ്ങൾ. ലോ ഓഫ് യൂണിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിറ്റ്സ്, രണ്ടാമത്തത് ലോ ഓഫ് നിഗേഷൻ ഓഫ് ദി നിഗേഷൻ, മൂന്നാമത്തത് ലോ ഓഫ് ചേഞ്ച് ഫ്രം ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി. ഇങ്ങനെ 3 നിയമത്തിനെ, റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വർക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ ലോയും നമുക്ക് പെട്ടെന്ന് നോക്കാം. ലോ ഓഫ് യൂണിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിറ്റ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണ്, എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ ഓരോ ലോയും പറയുന്നത്. ഓക്കെ, നോക്കാം. ലോ ഓഫ് യൂണിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിറ്റ്സ്. എവറിത്തിങ് കണ്ടെയ്ൻ ഓപ്പോസിറ്റ്സ് ലൈക്ക് ഗുഡ്, ബാഡ്, ന്യൂ, ഓൾഡ്, അല്ലേ? അപ്പം ഒരു പറയുന്ന ലോ ഓഫ് യൂണിറ്റി, ലോ ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിറ്റ്സ് പറയുന്നത് എല്ലാത്തിലും ദർ വിൽ ബി ഗുഡ്, ബാഡ്, ബ്ലാക്ക്, വൈറ്റ്, അല്ലേ? മെയിൽ, ഫീമെയിൽ, ഇങ്ങനെ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. രണ്ടാമത്തതോ, ദീസ് ഓപ്പോസിറ്റ്സ് ആർ കണക്റ്റഡ് ബട്ട് ഓൾസോ ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ഈ പറയുന്ന ഓരോ ഓപ്പോസിറ്റ് എലമെൻസുകളും എന്ത് ചെയ്യും? ഫൈറ്റ് ഈച്ച് അതർ, അല്ലേ? ഗുഡ്, ബാഡ്, മെയിൽ, ഫീമെയിൽ, ന്യൂ, ഓൾഡ്. ഇതൊക്കെ ന്യൂ ഓൾഡ് ജനറേഷൻ തമ്മിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ലോ പറയുന്നത് നോക്കുന്നത് എന്താ പറയുന്നത് നോക്കുന്നത് നിങ്ങൾ, ദെയർ കോൺഫ്ലിക്റ്റ് കോസസ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവരുടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് എവിടേക്ക് നീങ്ങുന്നത്? ചേഞ്ചസിലേക്ക് വരും, അല്ലേ? ഇപ്പം നമുക്ക് കാണാം, നമ്മൾ ജനറേഷൻസ് തമ്മിൽ, 2 ജനറേഷൻ തമ്മിൽ, ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കോൺഫ്ലിക്റ്റ് വരാറുണ്ട്, അല്ലേ? അതിൽ നിന്നും എന്ത് ചെയ്യും? ഒരു പുതിയത് ഫോം ചെയ്ത് വരാറുണ്ട്, അല്ലേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റലിസത്തിൽ വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റും തമ്മിൽ ഫൈറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും? ഒരു പുതിയ മാറ്റം വരും, ചേഞ്ച് വരും, ഒരു പുതിയത് ഫോം ചെയ്യും, സോഷ്യലിസം ഫോം ചെയ്യും എന്നൊക്കെ. ഓക്കെ. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ ക്രിയേറ്റ്
സോഷ്യൽ ചേഞ്ച് അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു ഫൈറ്റ് വരും, അതോടുകൂടി ഒരു പുതിയ ചേഞ്ചും വരും. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് നിഗേഷൻ. ഈ ഒരു നിയമം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കി നിങ്ങൾ. ഓരോ നിയമത്തിനെയും കണ്ടീഷനാണ് പറയുന്നത്. എവറി സ്റ്റേജ് ഓഫ് ലൈഫ് ഈസ് റീപ്ലേസ്ഡ് ഓർ നിഗേറ്റഡ് ബൈ ന്യൂ സ്റ്റേജ് അല്ലേ. അപ്പം ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓരോ പുതിയ പുതിയ സ്റ്റേജുകൾ വരും. അല്ല, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നോക്ക് നിങ്ങൾ, ആ ഡെവലപ്മെൻറ്റിന് ഓരോ സ്റ്റേജുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോഷ്യലിസം അല്ലെങ്കിൽ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയുന്നത് പിന്നെ നമ്മുടെ ഹ്യൂമൻ ലൈഫിന് ഡിഫറെൻറ്റ് സ്റ്റേജുകളുണ്ട് അല്ലേ. നമ്മുടെ സൊസൈറ്റി ഡിഫറെൻറ്റ് സ്റ്റേജുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഫ്യൂഡലിസം, ദെൻ ക്യാപിറ്റലിസം, ദെൻ സോഷ്യലിസം അല്ല. ഇങ്ങനെ നമ്മൾ എന്തുണ്ട്, ഓരോ സ്റ്റേജുകൾ വൺ ബൈ വൺ ആയിട്ട് കവർ ചെയ്യുമെന്നാണ് ഈ ഒരു ലോ ഓഫ് നിഗേഷൻ പറയുന്നത്. ദ ന്യൂ സ്റ്റേജ് ഈസ് ബെറ്റർ ബട്ട് കീപ് സം പാർട്ട് ഓഫ് ദി ഓൾഡ് വൺ. അപ്പം ഈ ഓരോ സ്റ്റേജിനും എന്തായിരിക്കും, ഓൾഡ് സ്റ്റേജിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റലിസത്തിനെ റീപ്ലേസ് ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിനെ റീപ്ലേസ് ചെയ്ത് ക്യാപിറ്റലിസം വരുന്ന സമയത്ത് ക്യാപിറ്റലിസം എൻറ്റയർലി ന്യൂ വൺ ആയിരിക്കും. അതേ സമയത്ത് ചില ഫ്യൂഡലിസത്തിൻ്റെ ക്വാളിറ്റീസ് ആരിലും കാണാൻ സാധിക്കും, പുതിയ വന്ന ക്യാപിറ്റലിസത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, ദ ന്യൂ സ്റ്റേജ് ഈസ് ബെറ്റർ ആൻഡ് കീപ്സ് സം പാർട്ട് ഓഫ് ദി ഓൾഡ് വൺ. എക്സാമ്പിൾ, ക്യാപിറ്റലിസം റീപ്ലേസ്ഡ് ഫ്യൂഡലിസം, സോഷ്യലിസം വിൽ റീപ്ലേസ് ക്യാപിറ്റലിസം. ഓക്കെ, അപ്പം ഓരോ സിസ്റ്റം റീപ്ലേസ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. ലോ ഓഫ് ചേഞ്ച് ഫ്രം ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി, അതും ഈ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ മൂന്നാമത്തെ ലോ ആണ്. അപ്പം നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് രണ്ട് ടേമാണ്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. അപ്പം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ചേഞ്ചസിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിൽ, ഒരു പെർട്ടിക്കുലർ കാലയളവിൽ വരുന്ന സ്മോൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റി. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് ബിഗ് ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളാം. പക്ഷേ ഈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ ബിഗ് ചേഞ്ച് സംഭവിക്കുന്നത് സഡൻ ആയിരിക്കും, ഇമ്മീഡിയറ്റ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ. അപ്പം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരുന്നു അല്ലേ. ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു, സ്പീച്ച് നടത്തുന്നു, പിക്കറ്റിംഗ് നടത്തുന്നു അല്ലേ, അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരുന്നു. അതും ഒരുപാട് കാലയളവ് ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ സ്മോൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലേ. എന്നാലോ നോക്കി നിങ്ങൾ, ഇന്ത്യൻ ഫ്രീഡം ഓഗസ്റ്റ് 15, 1947 ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് സഡൻ അറ്റ് ദ പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു എന്ത് കിട്ടിയിട്ടുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതൊരു സഡൻ ചേഞ്ച് ആയിരുന്നു. ഇങ്ങനെ സഡൻ ഇമ്മീഡിയറ്റ് ചേഞ്ചിനെ നമ്മൾ എന്ത് പറയുന്നു, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ലോ പറയുന്നത് ഇത്ര മാത്രമാണ്, ലോ ഓഫ് ചേഞ്ച് ഫ്രം ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി അല്ലേ. അപ്പം ഒരുപാട് ചേഞ്ചുകൾ സംഭവിച്ച് അവസാനം ദർ വിൽ ബി എൻ ഇമ്മീഡിയറ്റ് ക്വാളിറ്റി ചേഞ്ച്. അപ്പം അതാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഗ് ചേഞ്ചസിന് മുമ്പേ ഒരുപാട് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതാണ് ഈ ലോ ഓഫ് ചേഞ്ചസ് ഫ്രം ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. അതുപോലെ തന്നെ നിങ്ങൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ ലോസ് ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, മറ്റൊന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് ടോപ്പിക്കുകൾ, രണ്ട് പോയിന്റാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പം ആപ്ലിക്കേഷൻ ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.